ഇന്നത്തെ വായനകൾ നമ്മെ ക്ഷണിക്കുന്നത് ലോകത്തെയും നമ്മുടെ സ്വന്തം ഹൃദയങ്ങളെയും വിശ്വാസത്തിന്റെ കണ്ണുകളാൽ നോക്കാനാണ്. മനുഷ്യയുക്തി കൊണ്ടോ ആത്മവിശ്വാസം കൊണ്ടോ മാത്രമല്ല, ദൈവത്തിന്റെ ആഴമേറിയ കാര്യങ്ങൾ എളിമയുള്ളവർക്കും കുട്ടികളെ പോലെയുള്ളവർക്കും തുറന്നതും പഠിക്കാൻ തയ്യാറായതുമായവർക്ക് വെളിപ്പെടുത്തപ്പെടുമെന്ന് യേശു നമ്മോട് പറയുന്നു. എല്ലാം ഇതിനകം അറിയാമെന്ന് കരുതുന്ന അഹങ്കാരികൾക്കല്ല. ഒരു കൊച്ചു പെൺകുട്ടി തന്റെ മുത്തച്ഛനോടൊപ്പം മേഘാവൃതമായ ഒരു സായാഹ്നത്തിൽ നടക്കുന്നതിന്റെ ലളിതമായ ഒരു കഥയുണ്ട്. അവൾ പറഞ്ഞുകൊണ്ടിരുന്നു, നോക്കൂ, നക്ഷത്രങ്ങൾ പുറത്തു വരുന്നു. മുത്തച്ഛൻ മുകളിലേക്ക് നോക്കി മറുപടി പറഞ്ഞു, എനിക്ക് ഒന്നും കാണുന്നില്ല. കുട്ടി മറുപടി പറഞ്ഞു, അവർ ഇതിനകം അവിടെയുണ്ട്. അവ കാണാൻ ഇരുട്ടാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കണം. പലപ്പോഴും നമ്മൾ മുത്തച്ഛനെ പോലെയാണ്. ഞാൻ ദൈവത്തെ കാണുന്നില്ല, ഞാൻ അവന്റെ പദ്ധതി കാണുന്നില്ല. എന്നാൽ വിശ്വാസം കുട്ടിയുടെ കണ്ണുകൾ പോലെയാണ്. എല്ലാം ഇപ്പോഴും ഇരുണ്ടതായി തോന്നുമ്പോഴും ദൈവം ഇതിനകം തന്നെ പ്രവർത്തിക്കുന്നുവെന്ന് അത് വിശ്വസിക്കുന്നു. ഒരു യുവ റോമൻ രക്തസാക്ഷിയായ വിശുദ്ധ വിവിയാണ് കഷ്ടപ്പാടിലും അപമാനത്തിലും ക്രിസ്തുവിനെ മുറുകെ പിടിച്ചു. അവളുടെ ശക്തി അഭിമാനമല്ല, മറിച്ച് എളിമയുള്ള വിശ്വാസമായിരുന്നു. ബിഷപ്പും ജ്ഞാനിയുമായ അധ്യാപകനായ വിശുദ്ധ ക്രോമേഷ്യസ് പോലെ ദൈവവചനം അവന്റെ ജീവിതത്തെ രൂപപ്പെടുത്തി. ദൈവത്തിന്റെ വെളിച്ചം മറ്റുള്ളവർക്കായി അവനിലൂടെ പ്രകാശിപ്പിച്ചു. എളിമ ബലഹീനതയല്ലെന്ന് അവർ കാണിക്കുന്നു. ദൈവം ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലാണിത്. ഇന്നത്തെ സന്ദേശം ഒരു ആത്മീയ വാക്യം നന്നായി പ്രകടിപ്പിക്കുന്നു. വിശ്വാസം ഇതുവരെ കാണാത്തത് വിശ്വസിക്കുന്നു, ഒടുവിൽ അത് വിശ്വസിച്ചത് കാണാൻ അനുവാദം ലഭിക്കുന്നു. ഈ ആഗമനകാലത്ത് നമ്മുടെ കണ്ണുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ കഴിയും. ചെറുതും രഹസ്യവുമായ വഴികളിലൂടെ പോലും. കുർബാനയിൽ, ദരിദ്രരിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിലെ കൃപയുടെ നിശബ്ദ ചലനങ്ങളിൽ പോലും. ആമേൻ.